ചെറിയ കുട്ടികളുടെ കൂർക്കം വലി ഇതിനെ നാം നിസ്സാരമായി കാണേണ്ട ഒന്നാണോ? എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം. മൂക്കിന്റെ ഏറ്റവും പിന്നിലായി കാണപ്പെടുന്ന ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ്. ഈ അഡിനോയിഡ് എന്ന ഗ്രന്ഥി ഏകദേശം 3 വയസ്സ് പ്രായമാകുന്നത് മുതൽ വലുതാവാൻ തുടങ്ങും. ഏകദേശം ഒരു 7-8 വയസ്സ് വരെ ഇതിന് വളർച്ച പ്രാപിക്കും. അത് കഴിഞ്ഞാൽ ഒരു 11-12 വയസ്സാവുമ്പോൾ തനിയെ ചുരുങ്ങി ഏകദേശം ഇല്ലാതാവുന്ന ഒരു ഗ്രന്ഥിയാണ് അഡിനോയിഡ്. എന്നാൽ അലർജി പോലുള്ള അസുഖങ്ങളുള്ള കുട്ടികളിൽ ഈ അഡിനോയിഡ് ചുരുങ്ങാതിരിക്കുകയും മൂക്കിന്റെ പുറകിൽ ശ്വാസതടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കുട്ടികൾ രാത്രിയിൽ ഉറക്കം ശരിയാവാതെ പകല് കൂടുതൽ ഉറക്കം തൂങ്ങികളായി കാണപ്പെടുന്നു. പഠനത്തിൽ ശ്രദ്ധ നഷ്ടപ്പെടുന്നു. മുഖത്തിന്റെ ഷേപ്പ് വ്യത്യാസം ഇവയൊക്കെ അഡിനോയിഡ് കാരണം ഉണ്ടാവാം. ചുരുക്കം ചില അവസരങ്ങളിൽ മൂക്കും ചെവിയും കണക്ട് ചെയ്യുന്ന യൂസ്റ്റേഷ്യൻ ട്യൂബിൽ ബ്ലോക്ക് ഉണ്ടാക്കി ചെവിയുടെ പാടയുടെ പുറകിലായിട്ട് ഫ്ലൂയിഡ് കെട്ടുന്ന ഒരു പ്രശ്നവും അഡിനോയിഡ് മൂലം ഉണ്ടാവാം. ഈ ഫ്ലൂയിഡ് പാടയുടെ പുറകിൽ നിറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് ചെറിയ തോതിലുള്ള കേൾവിക്കുറവും അനുഭവപ്പെട്ടേക്കാം. ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളൂ. അഡിനോയിഡിന്റെ വലിപ്പം അസസ് ചെയ്യാൻ മൂക്കിലൂടെ ഒരു ചെറിയ എൻഡോസ്കോപ്പ് ഇട്ട് നോക്കിയാൽ മതി. OP പ്രൊസീജിയറായി ചെയ്യാവുന്ന ഒന്നാണ് ഈ എൻഡോസ്കോപ്പി ടെസ്റ്റ്. എൻഡോസ്കോപ്പി ടെസ്റ്റിംഗിലൂടെ നമുക്ക് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വലിപ്പം മനസ്സിലാക്കാൻ സാധിക്കും. അഡിനോയിഡ് ഗ്രന്ഥി മൂക്കിന്റെ പുറകിലുള്ള ശ്വാസം പോകുന്ന സ്ഥലത്തെ മുഴുവനായും ബ്ലോക്ക് ചെയ്യുന്നില്ലെങ്കിൽ അലർജിക്കുള്ള മരുന്നുകളും നേസൽ സ്പ്രേയും സഹായകമാവും. എന്നാൽ ഒരു 75% ശ്വാസതടസ്സം ഉണ്ടാക്കുന്ന രീതിയിലാണ് അഡിനോയിഡിന്റെ വലിപ്പമെങ്കിൽ അതിനെ ശസ്ത്രക്രിയ ചെയ്ത് നീക്കം ചെയ്യാവുന്ന ഒന്നാണ്. വളരെ എളുപ്പത്തിൽ തന്നെ മയക്കം കൊടുത്ത് അഡിനോയിഡക്ടമി സർജറി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ ചെവിയിൽ ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടതാണ്.